ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ പേജ് 46-ലെ രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം: ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3.5 സെന്റിമീറ്റർ. 3.5 സെന്റിമീറ്റർ ആരമായ ഒരു വൃത്തം വരച്ച് അതിൻ്റെ അകത്തൊരു സമഭുജ ത്രികോണം വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമഭുജ ത്രികോണത്തിന്റെ ഓരോ കോണുകളും 60 ഡിഗ്രി ആയിരിക്കും, അല്ലെ? അങ്ങനെ ആകുമ്പോൾ കേന്ദ്രകോൺ എത്രയായിരിക്കും? കേന്ദ്രകോൺ ഇവിടെ റഫായിട്ട് ഞാൻ ഒരു ചിത്രം വരച്ചുണ്ട്. കേന്ദ്രകോൺ ഇവിടെ എത്ര? 120, 120, 120. അപ്പോഴും മുകളിൽ എത്ര വരും? 60. ഇവിടെ 60, ഇവിടെയും 60. അപ്പൊ നമുക്ക് ഇത് വരയ്ക്കാൻ ശ്രമിക്കാം. 3.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേന്ദ്രകോണിൽ 120 ഡിഗ്രി വീതം എടുക്കണം. എന്നിട്ട് വേണം കൺസ്ട്രക്ട് ചെയ്യാൻ. ആദ്യം ഒരു റേഡിയസ് വരയ്ക്കുക. ഈ റേഡിയസില് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് എത്ര ഡിഗ്രി കാണണം? 120 ഡിഗ്രി മാർക്ക് ചെയ്യണം. പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് 120 ഡിഗ്രി മാർക്ക് ചെയ്യണം. പ്രൊട്രാക്ടർ ഈ സെന്ററിൽ വെക്കുക. പ്രൊട്രാക്ടർ സെന്ററിൽ വെച്ചിട്ട് 120 ഡിഗ്രി എടുക്കുക. ഞാൻ ചേർത്ത് വെക്കുന്നില്ല, 0 തൊട്ടുള്ളത് എടുക്കണം. ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മാഞ്ഞു പോകുന്നതായിരിക്കും. ഇവിടെ 120 ഡിഗ്രി. ഇനി പ്രൊട്രാക്ടർ ഇവിടെ വെക്കുക. ഇവിടെ വെച്ചിട്ട് വീണ്ടും 120 ഡിഗ്രി എടുക്കുക. 0 മുതലുള്ളത് നോക്കണം. അതായത് 0 തൊട്ട് 120. അപ്പൊ നമുക്ക് 3 ആംഗിള് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് ജോയിൻ ചെയ്യാം. സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. ഞാൻ സ്കെയിൽ ഉപയോഗിക്കാത്തത് മാഞ്ഞു പോകുന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? 60. എത്ര? 60. എത്ര? 60. ഇങ്ങനെയാണ്. നമുക്ക് പേര് വേണമെങ്കിൽ കൊടുക്കാം, ABC എന്ന്. ABC എന്നും സെന്ററിന് O എന്നും വേണമെങ്കിലും പേര് കൊടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം: ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3 സെന്റിമീറ്റർ ആൻഡ് 2 ഓഫ് ഇറ്റ്സ് ആംഗിൾസ് 32.5 ഡിഗ്രി ആൻഡ് 37.5 ഡിഗ്രി. അതായത് 32.5 ഡിഗ്രിയും 37.5 ഡിഗ്രിയും അളവുള്ള രണ്ട് കോണുകൾ തന്നിട്ടുണ്ട്. ഇവ ഉപയോഗിച്ച് ഒരു ത്രികോണം നിർമ്മിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ത്രികോണത്തിന്റെ 2 കോണുകൾ തന്നിട്ടുണ്ട്. ആരമാണെങ്കിൽ വൃത്തത്തിന്റെ ആരം 3 സെന്റിമീറ്റർ. വൃത്തത്തിന്റെ ആരം 3 സെന്റിമീറ്ററും 32.5 ഡിഗ്രിയും 37.5 ഡിഗ്രിയും അളവുള്ള ഒരു ത്രികോണം വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വൃത്തത്തിനകത്താണ്. അപ്പം നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പം 32.5 ഡിഗ്രിയും വരുവാണെങ്കിൽ അതിന്റെ കേന്ദ്രകോൺ അതിന്റെ ഇരട്ടിയായിരിക്കും. എത്രയായിരിക്കും? 32 ഇരട്ടി എത്രയാ? ഡബിൾ, ട്വൈസ് 32.5. 32.5 ട്വൈസ് എത്ര? 65 ഡിഗ്രി. 37.5 അതിന്റെ ട്വൈസ് എത്ര വരും? 75 ഡിഗ്രി. അപ്പൊ സെൻട്രലില് എന്താണ്? കേന്ദ്രത്തിൽ നമുക്ക് എത്ര വീതം എടുക്കണം? 65 ഡിഗ്രിയും പിന്നൊന്ന് ഇവിടെ വരുവാണെങ്കിൽ ഈ കോൺ എടുക്കണം. ഇവിടെ 65ഉം ഇവിടെ 75ഉം എടുക്കണം. ഓക്കെ, അപ്പൊ ആ അളവുകൾ എടുത്ത് നമുക്ക് വരയ്ക്കാൻ നോക്കാം. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു ആരം വരയ്ക്കുക. ഇവിടെ കേന്ദ്രത്തില് 32 ഇരട്ടി 65 ഡിഗ്രി എടുക്കുക. പ്രൊട്രാക്ടർ കേന്ദ്രത്തിൽ വെച്ചിട്ട് 65 ഡിഗ്രി എടുക്കുക. 0 മുതലുള്ളത് വേണം നോക്കാൻ. ഓക്കെ, 65 ഇവിടെ വരും. ഞാൻ ചേർത്ത് വയ്ക്കുന്നില്ല, ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മാഞ്ഞു പോകും. 65 ഡിഗ്രി.
ഇനി 75 ഡിഗ്രി പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് 75 ഡിഗ്രി എടുക്കുക. ഇവിടെ വരും, അവിടെയും വരയ്ക്കുക. ഡിഗ്രി. അപ്പം നമുക്ക് 3 ബിന്ദുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ 1, 2, 3 അത് യോജിപ്പിക്കാം. അപ്പം നമുക്ക് ത്രികോണം കിട്ടി. ഇതാണ് ത്രികോണം ABC. BC എന്ന ചാപത്തിന്റെ അഗ്രങ്ങൾ ചേർത്തുണ്ടാകുന്നതാണ് ഈ കോൺ A. ഇതിന്റെ പകുതി ആയിരിക്കും, 65ന്റെ പകുതി. ഇവിടെ 32.5 എന്ന് വരും. പിന്നെ AC എന്ന ചാപം 75 ഇവിടെ വരും. നോക്കേ, AC അല്ല AB എന്ന ചാപത്തിന്റെ അഗ്രങ്ങൾ ചേർത്തുണ്ടായ കോണാണ് ACB. അപ്പൊ ഇതെത്രയായിരിക്കും? 75ന്റെ പകുതി ആയിരിക്കും 37.5 ഡിഗ്രി. അപ്പം ഇത് വേണം. അപ്പം ABC ആണ് നമുക്ക് കിട്ടിയ ത്രികോണം. 32.5 ഡിഗ്രിയും 37.5 ഡിഗ്രിയും അളവുള്ള ഒരു ത്രികോണം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം. In the picture, a semicircle is drawn with a line as diameter and a smaller semicircle with a half this line as diameter. Prove that a line joining the point where the semicircles meet to any point on the larger semicircles bisected by the smaller semicircle. അതായത് ചിത്രത്തിൽ നമുക്ക് 2 സെമിസർക്കിൾ കാണിച്ചിരിക്കുന്നു. ഇത് ഡയമീറ്റർ ആണ്. ഈ സർക്കിളിന്റെ സെന്റർ ആണ്. അതായത് ഈ സെന്ററിൽ നിന്ന് വേറൊരു സെമി സർക്കിൾ വരച്ചിരിക്കുകയാണ്. ഈ ലൈൻ നോക്കിക്കേ, ഈ ലൈൻ ബൈസെക്ട് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുക. ബൈസെക്ട് മീൻ ഡിവൈഡിങ് ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. ഈ നീളവും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നാലാമത്തെ ചോദ്യത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AD is equal to D എന്നതാണ്. അപ്പൊ നമ്മളിവിടെ കൺസ്ട്രക്ഷൻ നടത്തുവാണ്. DBയും ECയും ജോയിൻ ചെയ്യാണ്. ജോയിൻ DB ആൻഡ് EC. അപ്പൊ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്ത്, അപ്പൊ ഇവിടെ നോക്കിക്കേ, സെമി സർക്കിൾ ഉള്ള ആംഗിൾ ആയില്ലേ ഇത് രണ്ടും. ഇത് ചെറിയ സെമി സർക്കിൾ, ഇത് വലിയ സെമി സർക്കിൾ. അപ്പൊ അത് രണ്ടും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ADB ഈക്വൽസ് ആംഗിൾ AEC ഈക്വൽസ് 90 ഡിഗ്രി. റീസൺ എന്താണ്? ആംഗിളിന്റെ സെമി സർക്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾ. അപ്പൊ ഇത് രണ്ടും തുല്യമായതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ലൈൻസ് ആർ പാരലൽ. DB പാരലൽ EC. കാരണം എന്താണ്? ആംഗിൾ ADB ഈക്വൽ ടു ആംഗിൾ AEC. ഇനി നമുക്ക് ട്രയാംഗിൾ AEC കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാംഗിൾ AEC. ട്രയാംഗിൾ AECയിൽ AD ബൈ DE ഈക്വൽ ടു AB ബൈ BC. കാരണം എന്താണ്? കൺസിഡർ ട്രയാംഗിൾ AD ബൈ DE is equal to AB ബൈ BC. എന്തുകൊണ്ടാണ്? DB പാരലൽ EC. പിന്നെന്താണ്? പാരലൽ ആയതുകൊണ്ട് they are in the D cuts DB
cards. AE and AC in the same ratio. നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. In the same ratio. ഈ രണ്ട് ലൈനും പാരലൽ ആയതുകൊണ്ട് എന്താണ് ഈ ലൈൻ തേർഡ് ലൈൻ ബൈസെക്ട്സ് ദ അതർ ടു സൈഡ്സ്. അതായത് AD by DEയും AB by BCയും ഈക്വൽ ആയിരിക്കും. ദേ ആർ ഇൻ ദ സെയിം റേഷ്യോ. അപ്പം നോക്കിക്കേ, AB ഇത് മൊത്തം ഡയമീറ്റർ ആണ്. AB എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിന്റെ പകുതി. ഇവിടെ ഇതും ഡയമീറ്ററിന്റെ പകുതിയാണ്. അപ്പൊ ഇത് രണ്ട് റേഡിയസ് ആയിട്ട് വരത്തില്ലേ? അപ്പൊ നമുക്ക് AB by BCക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. AD by AE is equal to 1. റീസൺ എന്താണ്? ABയും BCയും ഈക്വൽ ആയതുകൊണ്ട് ദേ ആർ റേഡിയൻ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? AD is equal to A. അപ്പൊ ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? AD is equal to A. എന്താണ്? ഈ ലൈൻ ബൈസെക്ട് ചെയ്യുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതാം. ഹെൻസ് പ്രൂവ്ഡ്. ആ സെന്റൻസ് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഹെൻസ് പ്രൂവ്ഡ്. അപ്പം 2, 3, 4 ചോദ്യങ്ങൾ കഴിഞ്ഞു. അപ്പോഴ് നിങ്ങൾക്കത് മനസ്സിലായെന്ന് കരുതുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും പോർഷൻസും ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.